ഇനി ഉറ്റുനോക്കുന്നത് ഈ 10 മണിയുടെ ആ ബ്രീഫിംഗിലേക്ക് തന്നെ നേരത്തെ സൈത്ത് പറഞ്ഞ വിദേശകാര്യ സെക്രട്ടറി തന്നെ വരുമ്പോൾ ഇത് അഡ്രസ് ചെയ്യാൻ എത്തുമ്പോൾ അത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതിനെ കൂട്ടിച്ചേർത്ത് വായിക്കാനാണ് ഇന്നലെ ഏറെ വൈകിയും വിദേശകാര്യമന്ത്രിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും പ്രധാനമന്ത്രിയുമായിട്ടൊക്കെ നടത്തിയ കൂടിക്കാഴ്ച കൂടിയുണ്ട്. ആ കൂടിക്കാഴ്ച കൂടി ഒരു കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം, ഒരു പ്രഖ്യാപനത്തിന്റെ ചുവടുവെപ്പായിരുന്നോ എന്ന് കൂടി വിലയിരുത്തേണ്ട സാഹചര്യമുണ്ടോ ഇപ്പോൾ? സജിത്ത്, TG സജിത്ത് നമുക്കൊപ്പം ചേരുന്നു. സജിത്ത്, ഈ ഉറ്റുനോക്കുന്നതിന് വാർത്താ സമ്മേളനത്തിലേക്ക് തന്നെ ഈ നിർണായക കൂടിക്കാഴ്ചകൾ നടന്ന് മണിക്കൂറുകളായിട്ടില്ല. രാത്രി ഏറെ വൈകിയും വിദേശകാര്യമന്ത്രിയും അജിത് ഡോവലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടെല്ലാം കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. കൃത്യമായിട്ടുള്ള ഒരു അജണ്ട അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ അതുകൊണ്ടുകൂടിയാണ് വിദേശകാര്യ സെക്രട്ടറി തന്നെ വാർത്താ സമ്മേളനം നടത്താൻ ഒരുങ്ങുന്നത്. അങ്ങനെയും കണക്കാക്കണോ? സജിത്തിലേക്ക് വരാമെന്ന് കരുതുന്നു. പാക് പ്രകോപനം തുടരുന്ന സാഹചര്യമാണ്. 400-ലേറെ ഡ്രോണുകളൊക്കെ തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയായിരുന്നു ഇന്ത്യ. ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഈ പഹൽഗാമിലെ ഭീകരാക്രമണം നടത്തുക, അതിന് കിട്ടിയ തിരിച്ചടിയിൽ നാണം കെടുക, പിന്നീട് അതിർത്തി മേഖലകളിൽ ഡ്രോൺ ആക്രമണം നടത്തുക, ഇതൊക്കെ ഇന്ത്യ ആകാശത്ത് വെച്ച് തന്നെ തകർത്തതിനു ശേഷവും ഇന്ത്യയുടെ ചുട്ട മറുപടി 4 വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾക്കെതിരെയുള്ള നീക്കത്തിലൂടെ ഇന്ത്യ അത് വ്യക്തമാക്കിയിട്ട് ഒരു കേന്ദ്രത്തിലെ റഡാർ തകർക്കുക വരെ ചെയ്തിട്ടും ഇന്നലെയും ഡ്രോൺ ആക്രമണം തുടർന്ന പാകിസ്ഥാനാണ്. ആ തരത്തിൽ പാകിസ്ഥാൻ അത് ചെയ്യുന്നു. TG സജിത്ത് ചേർന്നു. സജിത്ത്, പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ രാത്രി വൈകിയും വിദേശകാര്യമന്ത്രിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. 1-2-3 മണിക്കൂറുകൾ മറ്റോ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷമാണ് വിദേശകാര്യ സെക്രട്ടറി തന്നെ നേരിട്ട് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്നത്. ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രഖ്യാപനം, ഒരു വളരെ സോളിഡായിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനമൊക്കെ അതിനകത്തുണ്ടാകാനുള്ള സാധ്യത ഒരു വശത്ത്, ഒപ്പം പാകിസ്ഥാൻ നടത്തുന്ന ചില ആരോപണങ്ങൾക്കുള്ള മറുപടി കൂടി. അത് എത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നാകുന്നു 10 മണിയിലുള്ള ആ വാർത്താ സമ്മേളനം? വിദേശകാര്യ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് ഇന്നലെ IMF അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടടക്കം വിശദീകരിക്കും. ഒപ്പം ഇതുവരെ പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനപരമായ നീക്കങ്ങൾക്ക് നൽകിയ മറുപടി, സാധാരണ വൈകിട്ട് മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാറുള്ള വിദേശകാര്യ സെക്രട്ടറിയും പ്രതിരോധ മന്ത്രാലയത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട് ചില പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിലൊന്ന്, പാകിസ്ഥാൻ ഇന്ത്യയുടെ തന്ത്രപ്രധാന ഇടങ്ങൾ കേന്ദ്രീകരിച്ച് സൈനിക നീക്കത്തിന് ഒരുങ്ങിയപ്പോൾ, പ്രത്യേകിച്ച് ഡൽഹി അടക്കമുള്ള ഇടങ്ങൾ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചപ്പോൾ അതിനുള്ള മറുപടി കൂടിയായി അത് മാറുകയും ചെയ്യും. ഇന്നലെ ഇന്ത്യ നടത്തിയ നീക്കം, ഇന്ത്യ നടത്തിയ തിരിച്ചടി, അത് പ്രധാനപ്പെട്ടതാണ്. പാകിസ്ഥാനിൻ്റെ എയർ സ്റ്റേഷനുകളാണ് പ്രധാനപ്പെട്ട 3 ഇടങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ നീക്കമുണ്ടായത്. ഇത്തരമൊരു നീക്കമുണ്ടായ കാര്യം പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം ഞങ്ങളതിനെ ചെറുത്തു എന്നതാണ് പാകിസ്ഥാൻ നൽകുന്ന മറുപടി. ഇന്ത്യയുടെ സൈനിക നീക്കം, ഇന്ത്യയുടെ പാകിസ്ഥാന്റെ ആ എയർ സ്റ്റേഷനുകൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇന്ത്യയുടെ നീക്കം എങ്ങനെയായിരുന്നു കൂടി നമുക്ക് പരിശോധിക്കാം. ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ റെഡ് സ്പേസ് മാർക്ക് ചെയ്ത ഇടമായിരുന്നു ഇന്ത്യയുടെ സൈനിക നീക്കത്തിൽ പ്രധാനപ്പെട്ട ഒരു ഇടമായി മാറിയത്. നൂർ ഖാൻ പാകിസ്ഥാന്റെ എയർ സ്റ്റേഷനാണ്. ഇത് ഇന്ത്യ നടത്തിയ സൈനിക നീക്കങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഇടം ഇവിടെയായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ നീക്കത്തിൽ ഇന്ത്യയുടെ ഈ സൈനിക നീക്കത്തിൽ ഇന്ത്യ മിസൈലും ഡ്രോണും ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടേക്ക് സൈനിക നീക്കം നടത്തിയത്. ഇതിൽ വലിയ നാശനഷ്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ വലിയ നഷ്ടം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഔദ്യോഗികമായി സർക്കാർ തന്നെ ഇക്കാര്യം വിശദീകരിക്കും. പക്ഷേ ഇത് വ്യാപകമായ പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടില്ല. ഇന്ത്യ ഒരു നീക്കം നടത്തി, പക്ഷേ ഞങ്ങളതിനെ ചെറുത്തു എന്നതാണ് പാകിസ്ഥാൻ വിശദീകരിക്കുന്നത്.
ഒപ്പം ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ലക്ഷ്യമിട്ടുകൊണ്ട് മിസൈൽ നീക്കം നടത്തി എന്നതുകൂടിയാണ് പാകിസ്ഥാന്റെ വാദം. അങ്ങനെയെങ്കിൽ ആ വാദത്തിൽ ഇന്ത്യ നൽകാൻ പോകുന്ന മറുപടി എന്ത് എന്നതുകൂടി പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ വിഷയത്തിലേക്ക് മറ്റൊരു രാജ്യത്തെ കൂടി കൊണ്ടുവരിക വഴി ഒരു പക്ഷേ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് മറ്റൊരു നീക്കമാവാം. പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനെ പോലെയുള്ള രാജ്യത്തെ ഇതിൽ കക്ഷി ചേർക്കുന്നതിലൂടെ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്ന ഈ നീക്കത്തിന് ഇന്ത്യ നൽകാൻ പോകുന്ന മറുപടി എന്ത് എന്നതുകൂടി പ്രധാനപ്പെട്ടതാണ്. വിദേശകാര്യ സെക്രട്ടറിയുടെ വിശദീകരണത്തിൽ ഒരു പക്ഷേ അതുകൂടി ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തന്ത്രപ്രധാനമായ ഇടങ്ങളിലേക്ക് ഈ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്ന സൈനിക നീക്കം, അതിന് രാജ്യം നൽകുന്ന മറുപടി, ഇക്കാര്യങ്ങളൊക്കെ ഇന്ന് വൈകിട്ട് 10 മണിയോടുകൂടി വിശദീകരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ 5:45 പ്രഖ്യാപിച്ചിരുന്ന ഈ വാർത്താ സമ്മേളനമാണ് മാറ്റിവെക്കപ്പെട്ടത്. സ്വാഭാവികമായും ഇപ്പോഴും ഏറ്റുമുട്ടലുകൾ തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാവും അത്. പാകിസ്ഥാന്റെ ഇതുവരെയുള്ള സാഹചര്യങ്ങളൊന്നും ഞാൻ വിശദീകരിക്കാം. അതായത് ഇന്നലെയും പതിവ് പോലെയുള്ള ആക്രമണങ്ങളാണ് അതിർത്തി മേഖലകളിൽ പാകിസ്ഥാൻ നടത്തിയത്. ഉറി, പൂഞ്ച് അടക്കമുള്ള ജമ്മു അടക്കമുള്ള ഇടങ്ങളിലേക്കെല്ലാം ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി ഡ്രോണുകൾ പായിച്ചുകൊണ്ടായിരുന്നു പാകിസ്ഥാന്റെ നീക്കം. ഡ്രോണുകളെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വ്യാപകമായ നാശനഷ്ടങ്ങളും പല മേഖലകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡ്രോണുകളിൽ പതിച്ചിരുന്ന ബോംബുകൾ വീടിന് മുകളിൽ വീണ് വലിയ തീപിടുത്തവും മറ്റ് നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിരവധി ആളുകൾക്ക് അതുകൊണ്ട് പരിക്കുണ്ടായി. അങ്ങനെ ചില സംഭവങ്ങളടക്കം ഇന്നലെ വൈകിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. അതിനുശേഷവും ഈ രാത്രി വൈകിയും തിരിച്ചടികൾ തുടരുകയായിരുന്നു. പക്ഷേ ഇന്ത്യ രാത്രി തന്നെ തിരിച്ചടിക്കാൻ തീരുമാനിക്കുന്നു. അത് പാകിസ്ഥാന്റെ എയർ സ്റ്റേഷനുകൾ, അതല്ലെങ്കിൽ തന്ത്രപ്രധാനമായ ഇടങ്ങളിലേക്കായിരുന്നു ഈ ഒരു സൈനിക നീക്കം ഇന്ത്യ പ്രഖ്യാപിച്ചത്. ആ നീക്കമാണ് പിന്നീട് കണ്ടത്. അത് പാകിസ്ഥാൻ തന്നെ രാത്രി തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഇന്ത്യയുടെ സൈനിക നീക്കം വലിയ നാശനഷ്ടമുണ്ടാക്കി എന്ന കാര്യം കൂടി അവർ പറയുന്നു. അപ്പോൾ പാകിസ്ഥാനിൽ കയറി തിരിച്ചടിച്ചു ഇന്ത്യ എന്നതാണ് ആ സൈനിക നീക്കത്തിന്റെ പ്രത്യേകത. ഒരുപക്ഷേ ഇതുവരെ നടത്തിയതുപോലെ അതിർത്തി കടക്കാതെയുള്ള സൈനിക നീക്കമാണോ, അതല്ല അതിർത്തി കടന്നുള്ള ഒരു നീക്കം കൂടിയാണോ ഇന്ത്യ പ്രഖ്യാപിച്ചത് എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പക്ഷേ 12 മണി വരെ, ഇന്ന് പകൽ 12 മണി വരെ പാകിസ്ഥാന്റെ എയർ സ്പേസ് പൂർണ്ണമായും ബാൻ ചെയ്തുകൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ നീക്കം, ആ നീക്കത്തിന് പിന്നിൽ എന്തെങ്കിലും പുതിയ ലക്ഷ്യം പാകിസ്ഥാൻ കാണുന്നുണ്ടോ? പ്രധാനമായും ഇന്ത്യ ഒരു പക്ഷേ പാക് എയർ സ്പേസിലേക്ക് കടന്ന് ആക്രമണം നടത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണോ പാകിസ്ഥാൻ ഇത്തരമൊരു നീക്കം നടത്തുന്നത് എന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ ഇന്ത്യയുടെ തിരിച്ചടി ഭയന്നുകൊണ്ട് പാകിസ്ഥാൻ സിവിലിയൻ എയർക്രാഫ്റ്റുകളെ മനുഷ്യ കവചമാക്കിക്കൊണ്ട് പ്രതിരോധമുയർത്തി എന്നത് ഇന്ത്യ വൈകിട്ട് പ്രഖ്യാപിച്ചതാണ്. അതായത് ഇന്ത്യക്ക് നേരെ അവർ ഡ്രോൺ ആക്രമണം നടത്തിയപ്പോൾ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾക്കൊപ്പം ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ ആ തിരിച്ചടി മറികടക്കുന്നതിന് വേണ്ടി സിവിലിയൻ എയർക്രാഫ്റ്റുകൾ പാകിസ്ഥാന്റെ ആകാശത്ത് 3-4 എയർക്രാഫ്റ്റുകൾ നിരത്തിയാണ് ഇത്തരമൊരു നീക്കം നടത്തിയത് എന്നുകൂടി ഇന്നലെ വ്യക്തമാക്കപ്പെട്ടതാണ്. എന്തായാലും ഇന്ത്യ ഇന്നലെ ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം വിശദീകരിച്ചു കഴിഞ്ഞു. സമാനമായ എന്തെങ്കിലും നീക്കത്തിനാണോ ഇന്നും പാകിസ്ഥാൻ ശ്രമിക്കുന്നത് എന്നുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും വൈകിട്ട് രാവിലെ ഈ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ വ്യക്തമാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.